പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദവരമാതാവേ, എന്റെ ജീവിതത്തിന്റെ കഠിനമായ പോരാട്ട വേദികളിൽ എന്റെ മനസ്സ് തളരുകയും ആത്മാവ് മടുക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന്റെ കുളിർമഴയാൽ എന്നെ ഉന്മേഷഭരിതനാക്കണമേ. ലോകം തന്ന മുറിവുകളെയും ആരും കാണാത്ത എന്റെ ആന്തരിക വേദനകളെയും അമ്മയുടെ സ്പർശനത്താൽ സുഖപ്പെടുത്തണമേ. കൃപാസനം മാതാവേ, ചിന്തകളിലെ അവ്യക്തതകൾ നീക്കി അമ്മയുടെ പ്രകാശത്താൽ എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകണമേ. എന്റെ കുടുംബത്തെയും എന്നെയും സ്നേഹിക്കുന്നവരെയും അമ്മയുടെ കരുണയുടെ തണലിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമേ. കണ്ണീർ ഒഴുകുന്നിടത്ത് പുഞ്ചിരിയുടെ വസന്തം വിരിയിക്കുവാനും അശാന്തി പെയ്യുന്നിടത്ത് സ്വർഗീയ സമാധാനത്തിന്റെ തെന്നലായി മാറുവാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവിതത്തിൽ വലിയ വിജയങ്ങളും ലോകം ആഗ്രഹിക്കുന്ന നേട്ടങ്ങളും എന്നെ തേടി വരുമ്പോൾ അങ്ങയെ മറന്നു പോകാത്ത ഒരു ഹൃദയം എനിക്ക് നൽകണമേ. സമൃദ്ധിയുടെ കൊടുമുടികളിൽ നിൽക്കുമ്പോഴും ഇല്ലായ്മയുടെ താഴ്വരകളിൽ ആയിരിക്കുമ്പോഴും അങ്ങില്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന എളിമയുള്ള ബോധ്യം എന്നിൽ എപ്പോഴും നിലനിർത്തേണമേ. ലൗകികമായ അഹങ്കാരമോ സ്ഥാനമാനങ്ങളോ എന്റെ കണ്ണുകളെ മായ്ക്കാതിരിക്കട്ടെ. യേശുവിനെ പോലും താഴ്മയുള്ളതും സ്നേഹമുള്ളതുമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. കരുണാനിധിയായ ദൈവമേ, രോഗത്താലും മാനസികമായ തകർച്ചകളാലും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്നേഹനിധിയായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്നവർക്ക് അവിടുന്ന് പ്രകാശപൂർണമായ ആശ്രയമാകണമേ. ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, തനിച്ചല്ലെന്നും ഓരോ ആശ്വാസത്തിനും അവിടുന്ന് കൂടെയുണ്ടാകുമെന്നും ഉറപ്പ് നൽകണമേ. മനുഷ്യർ അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങളെ പോലും അത്ഭുതകരമായി മാറ്റാൻ കഴിവുള്ളവനാണ് അവിടുന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ദൈവമേ, എന്റെ ജീവിതത്തിന്റെ സകല നിയന്ത്രണങ്ങളും എന്റെ ഇന്നലകളെയും നാളകളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയെ കരങ്ങളിൽ വിട്ടുതരുന്നു. എനിക്ക് ഏറ്റവും ഉചിതമായതും നന്മയുള്ളതുമായ വഴി ഏതാണെന്ന് അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. ശത്രുക്കളൊരുക്കുന്ന ചതിക്കുഴികളിൽ നിന്നും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന അപകടങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ കാത്തുരക്ഷിക്കണമേ. എന്റെ ഭവനത്തെ കാത്തുരക്ഷിക്കണമേ. ജീവിതത്തിലെ ഇരുളടഞ്ഞ മരണനിഴൽ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഭയപ്പെടില്ല. കാരണം അങ്ങയുടെ വടിയും കോലും എനിക്ക് ആശ്വാസവും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വലിയ ധൈര്യവും ആകുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനും എന്റെ ജീവിതപാത്രം നന്മകൾ നിറഞ്ഞു കവിയുന്നതിനും ഞാൻ അങ്ങേക്ക് സ്തുതി പറയുന്നു. ദാരിദ്ര്യത്തിന്റെയോ കുറവുകളുടെയോ നിരാശയുടെയോ എല്ലാ ചിന്തകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ സത്യമാകയാൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അശാന്തമായ എന്റെ മനസ്സിനെ ശാന്തമായ വെള്ളത്തിന്റെ അരികിലേക്ക് നയിച്ച് അവിടെ എനിക്ക് വിശ്രമവും ആത്മീയ നവോന്മേഷവും നൽകി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനുള്ള തിരുവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ കൃപയാലും എന്റെ ഓരോ ചുവടുകളെയും അവിടുന്ന് നേരിന്റെ പാതയിൽ നയിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ പാറ പോലെ ഉറച്ചുനിന്ന് ഒന്നിനെയും ഭയപ്പെടാതെ ഈ പുതിയ ദിവസത്തെ പ്രത്യാശയോടെ നേരിടുവാൻ എന്നെ പ്രാപ്തമാക്കണമേ. എന്റെ ഈ എളിയ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകണമേ. സർവശക്തനായ ദൈവമേ, സ്നേഹനിധിയായ പിതാവേ, ഈ മനോഹരമായ ദിനം തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ കഴിഞ്ഞ കാലത്തെ അങ്ങയുടെ കരുണയിൽ മറയ്ക്കണമേ.
എൻ്റെ ഇന്നുകളെ അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമേ. എൻ്റെ ഭാവിയെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ വിശ്വസ്തമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനവും ഓരോ കൊച്ചുകാര്യവും അങ്ങയുടെ അറിവോടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർഹതയില്ലാത്ത എനിക്ക് അവിടുന്ന് നൽകിയ വലിയ ദാനമായ കൃപ ഇന്ന് ഒരു കവചം പോലെ എന്നെ പൊതിയട്ടെ. അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയട്ടെ. പരിശുദ്ധ മാതാവേ, ലോകം നൽകുന്നത് പോലെയല്ല അവിടുന്ന് മാത്രം നൽകുന്ന സ്വർഗീയ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. പ്രക്ഷുബ്ധമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശാന്തമാകുക എന്ന് എൻ്റെ മനസ്സിനോട് അവിടുന്ന് അരുളി ചെയ്യണമേ. ബുദ്ധിക്ക് ആഗ്രഹമായ ആ സമാധാനം എൻ്റെ ചിന്തകളെ കാക്കട്ടെ. ശത്രുവിൻ്റെ കെണികളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും അവിശ്വാസത്തിൻ്റെ ചിന്തകളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എൻ്റെ വികാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും പരമാധികാരി അവിടുന്ന് മാത്രമായിരിക്കണമേ. അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്ക് വലിയ ധൈര്യം നൽകട്ടെ. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനു ചുറ്റും ഞാൻ പ്രഖ്യാപിക്കുന്നു. പണ്ട് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ അഗ്നിസ്തംഭമായി കാവൽ നിന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീടിന് കാവലായിരിക്കട്ടെ. ദൃശ്യവും അദൃശ്യവുമായ സകല തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പോകുന്നിടത്തെല്ലാം അവരുടെ ജോലിയിലും പഠനത്തിലും യാത്രകളിലും അങ്ങയുടെ കരം അവരെ വഴി നടത്തട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങയുടെ സ്നേഹം മാത്രം വാഴട്ടെ. ഈ ദിവസം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന തടസ്സങ്ങളോ വെല്ലുവിളികളോ ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവിടുന്ന് എല്ലാം അറിയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അങ്ങയുടെ കരുതൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ലോകം എനിക്ക് മുൻപിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ സ്വർഗം എനിക്കായി പുതിയ വഴികൾ തുറക്കട്ടെ. ഏതു പ്രതിസന്ധിയിലും പതറാതെ നിൽക്കുവാൻ എനിക്ക് ആത്മബലം നൽകണമേ. അങ്ങയുടെ സമാധാനം എൻ്റെ വഴികാട്ടിയാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് നടക്കാത്തപ്പോഴും അങ്ങയുടെ വലിയ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തളർത്തുന്ന നുണകളെയും നിരാശയുടെ വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തള്ളിക്കളയുന്നു. മനുഷ്യരുടെ നിഷേധാത്മകമായ വാക്കുകളിലല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് എൻ്റെ പ്രത്യാശ. അങ്ങയുടെ ജ്ഞാനത്താൽ എൻ്റെ പാതകളെ നേരെയാക്കണമേ. ഈ പുതിയ ദിനത്തിൽ വിജയത്തിൻ്റെ പുതിയ വാതിലുകൾ എനിക്കായി തുറക്കണമേ. എൻ്റെ കഴിവിനേക്കാൾ അങ്ങയുടെ കൃപയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എൻ്റെ ആഗ്രഹങ്ങളല്ല, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ വഴികളിൽ നിന്നും എന്നെ തടയണമേ. സാഹചര്യങ്ങളെ നോക്കിയല്ല, അങ്ങയുടെ വാഗ്ദാനങ്ങളെ നോക്കി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ എന്നെ സഹായിക്കണമേ. നല്ല ദൈവമേ, പരിശുദ്ധ കൃപാസനം പ്രസാദവരമാതാവേ, എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങൾ വഴി പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമേ. അവിടുത്തെ വിശ്വസ്തമായ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരിക്കലും കൈവിടാത്ത സ്നേഹനിധിയായ പിതാവായി, ഒരിക്കലും കൈവിടാത്ത സ്നേഹനിധിയായ അമ്മയായി അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ നന്ദി പറയുന്നു. അവിടുത്തെ നാമം എൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ. സർവമഹത്വവും പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.